കുട്ടികളിൽ അധികം വാക്സിനേറ്റ് ചെയ്താൽ അപകടമാണോ? നമ്മുടെ ഗവൺമെൻറ് ഷെഡ്യൂൾ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ള എല്ലാ വാക്സിൻസും കുട്ടികൾ അതാത് സമയത്ത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. ഇത് കുറേ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ, അതായത് പോളിയോ, ഡിഫ്തീരിയ, ടെറ്റനസ്, ഇതിൽ നിന്നൊക്കെ സുരക്ഷ നൽകും. അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്ന കുറച്ച് ഓപ്ഷണൽ വാക്സിൻസ്, അത് മുണ്ടിവീക്കം, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ്, ഇതിൽ നിന്നൊക്കെയാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഇത് എടുക്കുന്നത് കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിരിക്കും. എല്ലാ കുട്ടികൾക്കും മൾട്ടി വിറ്റാമിൻ സിറപ്പ് ആവശ്യമുണ്ടോ? 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡേഷൻ പ്രകാരം വൈറ്റമിൻ ഡി സിറപ്പ് കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ഡയറ്റ്, അതായത് പ്രോട്ടീൻസ്, പച്ചക്കറി, ഫ്രൂട്ട്സ്, പാല്, മുട്ട എന്നിവ അടങ്ങുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അഡീഷണൽ ആയിട്ട് മൾട്ടി വൈറ്റമിൻ സിറപ്പിൻ്റെ ആവശ്യമില്ല. കഫക്കെട്ടുള്ളപ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റുമോ? അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കഫക്കെട്ട് ഉള്ള സമയത്ത് പാല് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് പാല് കൊടുക്കൂ, കഫക്കെട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കുട്ടികൾക്ക് പല്ല് മുളയ്ക്കുമ്പോൾ പനി സാധാരണമാണോ? വളരെ മൈൽഡായിട്ടുള്ള പനി ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ 100ൻ്റെ മുകളിലൊക്കെ പനി പോവുകയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. പല്ല് വരുന്നതായിട്ട് അസോസിയേറ്റ് ചെയ്ത് പനി ഉണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കരുത്. പൊക്കിൾക്കൊടി വീഴുന്ന സമയത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യണോ? ഇത് എപ്പോഴും അമ്മമാർക്കും അമ്മൂമ്മമാർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്. പൊക്കിൾക്കൊടി വീണ സമയത്ത് വല്ല ഓയിൻമെൻറ്റോ പൗഡറോ എണ്ണയോ എന്തെങ്കിലും പരട്ടി കൊടുക്കണമെന്ന്. ഒന്നും പരട്ടേണ്ട ആവശ്യമില്ല. ഇത് പരട്ടി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടും. അപ്പോൾ വീണ സമയത്ത് ഒന്നും പരട്ടരുത്.